നമസ്കാരം. പ്രാദേശിക വാർത്തകൾ ക്രിയാത്മകവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുന്നതിന് വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ഇന്നും പര്യടനം തുടരും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസാണ് സ്ഥാപിച്ചതെന്ന് രാജ്ഭവൻ. ശബരിമലയിൽ ദർശനത്തിനായി തീർത്ഥാടകരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് മതിയായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. കാഴ്ചപരിമിതരുടെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് ബീഹാറിനെ നേരിടും. വാർത്തകൾ വിശദമായി. കാശിയും തമിഴ്നാടും തമ്മിലെ ബന്ധം വൈകാരികവും ക്രിയാത്മകവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാശി തമിഴ് സംഗമം ഇരു പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗക്കാർക്കും പരസ്പരം ആശയവിനിമയം നടത്താൻ അവസരമൊരുക്കുന്ന വേദിയായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാശി തമിഴ് സംഗമം 2023ന്റെ രണ്ടാം ഘട്ടം വാരാണസിയിലെ നമോഘട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തെ കാശി തമിഴ് സംഗമം തുടർച്ചയായി ശക്തിപ്പെടുത്തുകയാണെന്നും ഇതിന്റെ ആവേശത്തിലാണ് ഗവൺമെന്റ് കാശി തമിഴ് സംഗമവും സൌരാഷ്ട്ര തമിഴ് സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംഗമത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ തത്സമയ പരിഭാഷ ഹെഡ്ഫോണിലൂടെ തമിഴിൽ ശ്രവിച്ചു. ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ തത്സമയ പരിഭാഷയ്ക്കായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊരു തുടക്കമാണെന്നും ഭാവിയിൽ ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് വാരാണസിയിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് 20,000 കോടിയോളം രൂപയുടെ 37 വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വാരാണസിയിൽ നിന്ന് മറ്റൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 സംസ്ഥാനങ്ങളിലെ സന്ദർശനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് ശനിയാഴ്ച വരെ രാഷ്ട്രപതി പര്യടനം നടത്തുക. 6 ദിവസത്തെ സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പശ്ചിമബംഗാളിലെ IIT ഖരഗ്പൂരിന്റെ 69ാമത് സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സെക്കന്തരാബാദിൽ ബൊലാറാമിലെ രാഷ്ട്രപതി നിലയത്തിലും ദ്രൌപദി മുർമു ഇന്ന് നടക്കുന്ന ഹൈദരാബാദ് പബ്ലിക് സ്കൂൾ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കുവൈത്ത് സന്ദർശിച്ചു. പുതിയ അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനെ സന്ദർശിച്ച അദ്ദേഹം ഷെയ്ഖ് നവാഫിന്റെ നിര്യാണത്തിൽ രാജ്യത്തിന്റെ അനുശോചനം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ അനുശോചന കത്തും അദ്ദേഹം ഷെയ്ഖ് മെഷാലിന് കൈമാറി. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാവരിലും എത്തിക്കുന്നതിന് രാജ്യവ്യാപകമായി നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്തും പര്യടനം തുടരുന്നു. ഇന്നും രാവിലെയും ഉച്ചകഴിഞ്ഞും യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. ഡെസ്ക് റിപ്പോർട്ട്. ഇടുക്കിയിൽ ബൈസൺ വാലിയിലാണ് ഇന്നത്തെ യാത്ര. കോട്ടയത്ത് രാവിലെ ചിറക്കടവിലും ഉച്ചകഴിഞ്ഞ് മണിമലയിലും യാത്ര എത്തിച്ചേരും. എറണാകുളം ജില്ലയിൽ രാവിലെ പല്ലാരിമംഗലത്തും ഉച്ചകഴിഞ്ഞ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലുമാണ് യാത്ര. നഗരപ്രദേശങ്ങളിലൂടെ യാത്ര രാവിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനു സമീപവും ഉച്ചകഴിഞ്ഞ് പാലാരിവട്ടം ജംഗ്ഷനിലുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് ചളവറ, തൃക്കടീരി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലും പര്യടനം നടത്തും. മലപ്പുറം ജില്ലയിൽ ഇന്ന് പുലാമന്തോൾ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര എത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പേരാമ്പ്ര ബ്ലോക്കിൽ പര്യടനം തുടങ്ങും. ചക്കിട്ടപ്പാറ, കായണ്ണ ഗ്രാമപഞ്ചായത്തുകളിലാണ് പൊതുസമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിൽ 5 ബ്ലോക്കുകളിൽ ഇതിനകം യാത്ര പര്യടനം പൂർത്തിയാക്കി. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്, വളപട്ടണം പഞ്ചായത്തുകളിലാണ് ഇന്ന് പര്യടനം. കാസർകോട് ജില്ലയിൽ നഗരപ്രദേശങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് തുടക്കമായി. ഇന്ന് കാസർകോട് മുനിസിപ്പാലിറ്റിയിലെ തളിപ്പടപ്പ് മൈതാനത്തും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ടൌൺ ഹാളിന് സമീപവും യാത്ര. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസാണ് സ്ഥാപിച്ചതെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ഇക്കാര്യം ഗവർണർ ഗൌരവമായി എടുത്തിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ക്യാമ്പസിനകത്തും ഗവർണർ താമസിക്കുന്ന സർവകലാശാല ഗസ്റ്റ് ഹൌസിന് പുറത്തുമാണ് കറുത്ത ബാനറുകളും പോസ്റ്ററുകളും പതിച്ചത്. ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നടക്കില്ലെന്നാണ് ഗവർണർ കരുതുന്നതെന്നും രാജ്ഭവൻ അറിയിച്ചു. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണിതെന്ന് വ്യക്തമാണെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭരണഘടനാ സംവിധാനങ്ങൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ മുഖ്യമന്ത്രി മനഃപൂർവ്വം ചെയ്ത കാര്യമാണിതെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഇന്നലെ രാത്രി നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഗവർണർ അപമാനിക്കുന്ന തരത്തിൽ SFI പ്രവർത്തകർ സ്ഥാപിച്ച ബാനർ നീക്കം ചെയ്യണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കൂടുതൽ ബാനറുകൾ ഉയരുമെന്ന് SFI നേതാവ് അവകാശപ്പെടുമ്പോഴും പോലീസും സർവകലാശാല അധികൃതരും ബാനറുകൾ നീക്കം ചെയ്യാൻ നെട്ടോട്ടമോടുകയായിരുന്നു. കോഴിക്കോട്ട് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ രാവിലെ ബാനറുകൾ നീക്കം
ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ടും നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ ഗവർണർ പ്രകോപിതനാവുകയും അപമാനിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തു. അതിനിടെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരായി സ്ഥാപിച്ച ബാനറുകൾ പോലീസ് നീക്കം ചെയ്ത് മിനിറ്റുകൾക്കകം വീണ്ടും SFI ബാനർ കെട്ടി. സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് 3 ബാനറുകൾ സ്ഥാപിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സനാതന ധർമ്മപീഠം ഭാരതീയ വിചാരകേന്ദ്രം ചേർ സംഘടിപ്പിക്കുന്ന സെമിനാർ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പസിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ ദർശനത്തിനായി തീർത്ഥാടകരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് മതിയായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ജി കിഷൻ റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. തീർത്ഥാടകർക്ക് ഭക്ഷണം, വെള്ളം, ശുചീകരണ സൌകര്യം, വൈദ്യസഹായം തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് മുഖ്യമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. 1 കോടിയോളം തീർത്ഥാടകർ എത്തുന്ന ശബരിമലയിൽ സുരക്ഷിതമായ തീർത്ഥാടനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും കേന്ദ്രമന്ത്രി കത്തിൽ എടുത്തു പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ 1 മാസം നീണ്ടുനിൽക്കുന്ന തിരുവപ്പന മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സ്ഥിരം ക്ഷേത്രമില്ലാത്ത കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്ത് ഓലയും ഈറ്റയും കൊണ്ട് താൽക്കാലിക മടപ്പുരയും സ്ഥാനിക പന്തലുകളും നിർമ്മിച്ചുകൊണ്ടാണ് തിരുവപ്പന മഹോത്സവം നടത്തുന്നത്. കുന്നത്തൂർ വനത്തിനകത്തെ ദേവസ്ഥാനം കാട് വെട്ടിത്തെളിച്ച് ഉത്സവത്തിനൊരുക്കുന്ന ചടങ്ങായ പാടിയിൽ പണി പൂർത്തിയായി. ഇന്ന് വൈകിട്ട് കോമരം പൈങ്കുറ്റി വെച്ചതിന് ശേഷം പാടിയിൽ പ്രവേശിക്കുന്ന ചടങ്ങ് ആരംഭിക്കും. 5 അടിയാളന്മാർ കളിക്കപ്പാട്ടോടുകൂടി ഇരുവശത്തും ഓടച്ചൂട്ട് പിടിച്ച് തിരുവാഭരണ പെട്ടിയും ഭണ്ഡാരങ്ങളും പാടിയിലേക്ക് എഴുന്നള്ളിക്കും. അറയിലെ വിളക്ക് തെളിയുന്നതോടെ ഉത്സവം ആരംഭിക്കും. ഉത്സവത്തിന്റെ ആദ്യ ദിനം മുത്തപ്പന്റെ 4 ജീവിതഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്ത് പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴ്ചൻ ദൈവം, തിരുവപ്പന എന്നീ രൂപങ്ങൾ കെട്ടിയാടും. ജനുവരി തൃപ്പൂണിത്തുറ പാലസ് ഓവൽ ഗ്രൌണ്ടിൽ നടക്കുന്ന കാഴ്ചപരിമിതരുടെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഗ്രൂപ്പ് സിയിൽ ആതിഥേയരായ കേരളം ഇന്ന് ബീഹാറിനെ നേരിടും. അനന്തു ശശികുമാർ ക്യാപ്റ്റനും NK വിഷ്ണു വൈസ് ക്യാപ്റ്റനുമായി 14-അംഗ ടീമാണ് കേരളത്തിന്റേത്. ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗം മിന്നുമണി നിർവഹിച്ചു. ISL ഫുട്ബോളിൽ ഒഡീഷ FCക്ക് ജയം. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ ഗബർഹയിലെ സെന്റ് ജോർജ് പാർക്കിൽ നടക്കും. ഇന്നലെ ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ആൺകുട്ടികളെ മേധാവിത്വ മനോഭാവമുള്ളവരായും പെൺകുട്ടികളെ പ്രതികരണശേഷി ഇല്ലാത്തവരായും രൂപപ്പെടുത്തിയെടുക്കുന്നത് വീടുകളിൽ നിന്നാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പറഞ്ഞു. വനിതാ കമ്മീഷൻ ആലപ്പുഴ ജില്ലാ തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലമായ ചിന്തകളും സമൂഹത്തിൽ വർദ്ധിക്കുകയാണെന്നും ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്നും സതീദേവി പറഞ്ഞു. തിരുവനന്തപുരം സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി നൽകിയതായി പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അറിയിച്ചു. ഇത് വ്യാജ വാർത്തയാണെന്നും നിലവിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നും ഇങ്ങനെയൊരു അറിയിപ്പ് നൽകിയിട്ടില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻകാർ ഇന്നലെ രാജ്യവ്യാപകമായി പെൻഷൻ ദിനം ആചരിച്ചു. തൃപ്പൂണിത്തുറയിൽ നടന്ന പെൻഷൻ ദിനാചരണ യോഗം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി CJ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് തിരുവമ്പാടി ആനക്കാംപൊയിൽ മുത്തൻപുഴ മുറിപ്പുഴ പ്രദേശത്ത് നിരവധി വർഷങ്ങളായി കർഷകർ അനുഭവിക്കുന്ന ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി ആരംഭിച്ചു. ലിൻഡോ ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ മുത്തപ്പൻപുഴയിൽ ചേർന്ന യോഗം വനാതിർത്തി പങ്കിടുന്ന കർഷകരും നാട്ടുകാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ച ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കാശിയും തമിഴ്നാടും തമ്മിലെ ബന്ധം വൈകാരികവും ക്രിയാത്മകവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുന്നതിന് വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ഇന്നും പര്യടനം തുടരും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസാണ് സ്ഥാപിച്ചതെന്ന് രാജ്ഭവൻ. ശബരിമലയിൽ ദർശനത്തിനായി തീർത്ഥാടകരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് മതിയായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. കാഴ്ചപരിമിതരുടെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് ബീഹാറിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.